നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വർഷം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ മാത്സിലെ ചോദ്യങ്ങളാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെയാണ്. അപ്പോൾ ഈ വർഷത്തെയാണ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ വേറെ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം 2 1/2 പ്ലസ് 3 1/3 പ്ലസ് 4 1/4 ഇതിന്റെ ആൻസർ എത്രയെന്നാണ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ മിക്സഡ് ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മിശ്ര ഭിന്നങ്ങൾ എങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെല്ലാം പിരിച്ചെഴുതാൻ പറ്റും. അതായത് 2 1/2 നമുക്ക് 2 പ്ലസ് 1/2 എന്നും ഇനി 3 1/3 നമുക്ക് 3 പ്ലസ് 1/3 എന്നും ഇനി 4 1/4 4 പ്ലസ് 1/4 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ ഈ പറയുന്ന മിശ്ര ഭിന്നത്തിലുള്ള പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ച് ഭിന്നസംഖ്യകളെല്ലാം കൂടെ സെപ്പറേറ്റ് എന്ത് ചെയ്താൽ ഒരുമിച്ചും കൂട്ടിയാൽ മതി. ശരി, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി പറയുമ്പോൾ 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 4 3 7 2 എത്രയെന്ന് കിട്ടും, 9 എന്ന് പറഞ്ഞു കിട്ടും. ബാക്കിയുള്ളതിനെല്ലാം കൂടെ കൂട്ടിയാൽ മതി. പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4. അപ്പോൾ ഒന്നും കൂടെ ഈ പറയണ പൂർണ്ണസംഖ്യകളെല്ലാം മിശ്ര ഭിന്നത്തിലുള്ള പൂർണ്ണസംഖ്യകളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് കൂട്ടി. അതായത് 2 3 4 കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടി, 9 എന്ന് പറഞ്ഞ് കിട്ടി. ബാക്കിയുള്ള ഭിന്നസംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ മതി. അതായത് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 ചെയ്താൽ മതി. ഇതിനകത്ത് വീണ്ടും നമുക്ക് കൂട്ടി നോക്കാതെ തന്നെ ഒരു കാര്യം പറയാൻ പറ്റും. ഈ പറയുന്ന 1/2 1/4 കൂടെ കൂട്ടുമ്പോൾ, ചുരുക്കി പറഞ്ഞ അരയും കാലും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം അതെന്താണ്, മുക്കാലാണ്. അല്ലെങ്കിൽ 3/4 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന 1/2ഉം 1/4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/4 അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ പറയാവുന്നേ ഉള്ളൂ. 1/2 പ്ലസ് 1/4 അല്ലെങ്കിൽ പറയാം അരയും കാലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, മുക്കാൽ അല്ലെങ്കിൽ 3/4 കിട്ടും. ശരി, അപ്പോൾ ചേർത്ത് പറയാം. 9 പ്ലസ് 1/2ഉം 1/4ഉം കൂടെ ചേർന്ന് എന്തായിട്ട് മാറി, 3/4 എന്നായി. പ്ലസ് എന്തെന്നാണ്, 1/3 എന്നാണ്. വീണ്ടും ഈ രണ്ട് ഭിന്നസംഖ്യകളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 9 പ്ലസ് ക്രോസ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 പ്ലസ് 4 ഇൻറ്റു 1 4 ഓൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 12 എന്ന് പറയും. വീണ്ടും ചേർത്ത് പറയുമ്പോൾ 9 പ്ലസ് 9ഉം 4ഉം കൂടെ ചേർന്ന് 13/12 എന്ന് പറയും. ശരി, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പൂർണ്ണസംഖ്യയായ 9ന്റെ കൂടെ ഒരു വിഷമ ഭിന്നസംഖ്യ അല്ലെങ്കിൽ പറയാം മേളിൽ വലുതും താഴെ ചെറുതുമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യയാണ് നമുക്ക് കിട്ടിയത്. ഒരു വിഷമ ഭിന്നസംഖ്യയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമ ഭിന്നമാണ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിനെന്താക്കുന്നു, മിശ്ര ഭിന്നമാക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 13/12 13 ഡിവൈഡഡ് ബൈ 12 മിശ്ര ഭിന്നമാക്കുമ്പോൾ എങ്ങനെ കിട്ടും, 13ൽ 12 ഒരു പ്രാവശ്യം അപ്പോൾ കിട്ടും 12 എന്ന് പറഞ്ഞ് കിട്ടി. ശിഷ്ടം എത്രയാണ്, 1. നമുക്കിങ്ങനെ പറയാം 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമുക്ക് 9 പ്ലസ് 13/12 പകരം എങ്ങനെ എഴുതി കൊടുക്കാം, 1/12 എന്ന് എഴുതാം. വീണ്ടും ഇതിലുള്ള പൂർണ്ണസംഖ്യയും ആദ്യത്തെ പൂർണ്ണസംഖ്യയും കൂടെ ഒരുമിച്ച് കൂട്ടി അങ്ങ് പറയും. 9ഉം 1ഉം കൂടെ ചേർത്ത് 10/1/2 എന്ന് പറയാം. നമ്മുടെ ആൻസർ കിട്ടും ഓപ്ഷൻ ബി, 10/1/12 എന്ന് പറയും. 10/1/12. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ കൃത്യംഗ നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യമാണ്. 100⁻³ ഇൻറ്റു 1000⁻5 ഈക്വൽ ടു 10⁻x എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിന്റെ വില ശരി പറഞ്ഞു കൊടുക്കാം. ഈ പറയുന്ന 100⁻³ പിന്നെ എന്തുണ്ട്, ഒരു 1000⁻5 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഒരു 10⁻x എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ ഇടതുവശത്തെല്ലാം കിടക്കുന്നത് എങ്ങനെയാണ്, 100⁻² എന്നും 1000⁻² എന്നൊക്കെയുണ്ട്. പക്ഷേ
വലതുവശത്ത് വരുമ്പോൾ അതെന്താ സംഭവം? 10⁻x എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇടതുവശത്തുള്ള എല്ലാത്തിനെയും 10ന്റെ പവറുകളാക്കി അങ്ങ് പറയും. പറഞ്ഞു നോക്കാം. 100. 100നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 10ന്റെ സ്ക്വയർ ആണ് അല്ലെ? 10 സ്ക്വയർ. 100ന് പകരം ഞാൻ എന്തെന്ന് എഴുതി? 10 സ്ക്വയർ. ഹോൾ റൈസ് ടു 3 ഇൻറ്റു 1000ന് പകരം 1000ന് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? 10⁻3 എന്നല്ലേ? 10⁻3. അപ്പോൾ 1000ന് പകരം അതെന്തായിട്ട് മാറി? 10⁻3 എന്നായി. ഹോൾ റൈസ് ടു 5 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? തന്നിട്ടുള്ളത് പോലെ 10⁻x എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഈ പറയുന്ന 100ന് പകരം ഞാൻ എങ്ങനെ എഴുതി കൊടുത്തു? 10ന്റെ സ്ക്വയർ എന്ന് പറയും. 10 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഈ കാണുന്ന 1000ന് പകരം ഞാൻ എന്തെന്ന് എഴുതി കൊടുത്തു? 10⁻3 എന്ന് പറയും. ഓക്കെയാണ്. വീണ്ടും ഇതിനകത്ത് നമ്മുടെ കൃത്യങ്ക നിയമങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു റൂൾ പഠിക്കാറുണ്ട്. എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ എങ്ങനെയാണ്? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ ആ ഒരു റൂൾ വെച്ച് നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ 10⁻2 ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 10⁻2 ഇൻറ്റു 3 എന്ന് വരും. അതായത് 10⁻2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 10⁻6 ഇൻറ്റു വീണ്ടും ഇവിടെ എന്ത് തന്നെയാണ്? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്നുള്ള രൂപത്തിലല്ലേ കിടക്കുന്നത്. അതായത് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് വരും. ഇവിടെ പറയുമ്പോൾ 10⁻3 ഇൻറ്റു 5 10⁻15 എന്ന് പറയാം. 10⁻15 ഓക്കെയാണ്. ഈക്വൽ ടു നമുക്ക് എന്ത് പറയും? 10⁻x എന്ന് എഴുതി കൊടുക്കും. വീണ്ടും വീണ്ടും നമ്മളൊരു റൂൾ ഉപയോഗിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റൂൾ തന്നെയാണ്. കൃത്യങ്ക നിയമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന ആദ്യത്തെ റൂൾ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു നമ്മൾ എങ്ങനെ പറയും? എ റൈസ് ടു എം പ്ലസ് എൻ എന്നല്ലേ? അല്ലേ? എ റൈസ് ടു എം ഇൻറ്റു നമുക്ക് എല്ലാവർക്കും അറിയാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ്. അത് വെച്ച് നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? 10⁻6 ഇൻറ്റു 10⁻15 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും 10⁻6 പ്ലസ് 15 അതായത് 10⁻21 എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു എന്താണ്? 10⁻x അല്ലേ? വീണ്ടും രണ്ട് വശത്തും ബേസ് തുല്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് തുല്യമായിരിക്കണം? പവറുകളും തുല്യമായിരിക്കണം അല്ലേ? 10⁻21 ഈക്വൽ ടു 10⁻x അല്ലെ? രണ്ട് സൈഡിലും എന്ത് തുല്യമായി? ബേസ് സെയിം ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പവർ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമുക്ക് ഉറപ്പിച്ച് പറയാം എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 21. ഓക്കെ ആണോ? നമ്മൾ ആദ്യ പടി നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ 100ന് എന്തായിട്ട് എടുത്തു? 10ന്റെ സ്ക്വയർ ആയിട്ട് എടുത്തു. 1000ന് നമ്മൾ എന്തായിട്ട് എടുത്തു? 10ന്റെ ക്യൂബായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് പറയാം 10 സ്ക്വയർ ഹോൾ റൈസ് ടു 3. വീണ്ടും 1000ന് പകരം 10⁻3 ഹോൾ റൈസ് ടു എന്തായി? 5 ആയി. വീണ്ടും നമ്മൾ ഉപയോഗിച്ച റൂൾ എന്തായിരുന്നു? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നല്ലേ? അത് വെച്ച് 10⁻2 ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 10⁻6 എന്നും വീണ്ടും 10⁻3 ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 10⁻15 എന്നും പറയാം. വീണ്ടും ഇവിടെ നമ്മൾ വീണ്ടും ഏത് റൂൾ ഉപയോഗിച്ചു? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ്. എ റൈസ് ടു എം പ്ലസ് എൻ ഉപയോഗിച്ച് നമ്മൾ പറയുമ്പോൾ 10⁻6 ഇൻറ്റു 10⁻15 എന്ന് പറയുമ്പോൾ 10⁻6 പ്ലസ് 15 10⁻21 ആയി. രണ്ട് സൈഡും അല്ലേ? രണ്ട് സൈഡിലും എന്ത് തുല്യമാണ്? ബേസ് തുല്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് തുല്യമായേ പറ്റൂ? പവേഴ്സും തുല്യമായേ പറ്റൂ. അതായത് 10⁻21 ഈക്വൽ ടു 10⁻x ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 21 ആയിരിക്കും. അടുത്ത ചോദ്യം. ശരി, ചോദ്യം ഇങ്ങനെയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35 35ാം പദം 15ഉമായാൽ പൊതുവ്യത്യാസം എത്രയെന്നാണ്? നമ്മുടെ സമാന്തര ശ്രേണിയുടെ 15ാം പദം 35 35ാം പദം 15 അല്ലേ? 15th ടേം എന്ന് പറഞ്ഞാൽ 15th ടേം എന്ന് പറഞ്ഞാൽ എന്താ? 35 ആണ്. ഇനി 35th ടേം എന്ന് പറഞ്ഞാലോ 15 ആണ് അല്ലേ? തിരിച്ചും മറിച്ചും
15-മത്തെ 35. 35-മത്തെ എന്താണ്? 15. അങ്ങനെ തിരിച്ചും മറിച്ചും പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് പഠിച്ചോ. ഉറപ്പായിട്ടും പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തേ വരുവുള്ളൂ? -1 വരുള്ളൂ. -1 വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 40-ാം പദം 60, 60-ാം പദം 40. പൊതുവ്യത്യാസം ഉറപ്പിച്ചോ എന്തായിരിക്കും? -1 ആയിരിക്കും. -1 ആയിരിക്കും. വീണ്ടും പറഞ്ഞു നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 25-ാം പദം 75, 75-ാം പദം 25. ഉറപ്പാണ് പൊതുവ്യത്യാസം എന്തായിരിക്കും? -1 ആയിരിക്കും. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? അതിൽ തിരിഞ്ഞു പിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പൊതുവ്യത്യാസം എന്തായിരിക്കും? -1 ആയിരിക്കും. ചോദ്യം. ശരി, നല്ലൊരു ചോദ്യമാണ്. എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20% ആയാൽ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശരി, പറഞ്ഞു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20% എന്നാ പറഞ്ഞിരിക്കുന്നത്. എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20%. ശരി, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എയുടെ 30% എങ്ങനെ പറയും? എ ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 30/100. 30/100. ഓക്കെ ആണോ? ഒന്നും കൂടെ എയുടെ 30%, അതായത് എ ഇൻറ്റു 30/100 ഈക്വൽ ടു, അല്ലേ? നമ്മുടെ ചോദ്യത്തിൽ ഈക്വൽ ടു എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഈക്വൽ ടു ബിയുടെ 20%. ബിയുടെ 20% എങ്ങനെ പറയും? ബി ഇൻറ്റു 20/100 എന്നല്ലേ? ബി ഇൻറ്റു 20/100 എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞിട്ടുള്ള കാര്യം അതേപടി എടുത്ത് എഴുതിയിട്ടുണ്ട്. എയുടെ 30% ഈക്വൽ ടു എന്താണ്? ബിയുടെ 20%. ഒന്നും കൂടെ എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20%. ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഈ 100ഉം 100ഉം വെട്ടിപ്പോവും. ഈ 0 പോയി, ഈ 0 പോയി. ചേർത്ത് പറയുകയാണെങ്കിൽ എ ഇൻറ്റു 3, അതായത് 3a, 3a ഈക്വൽ ടു ബി ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2b എന്ന് പറഞ്ഞു കിട്ടി. ഒന്നും കൂടെ 3a ഈക്വൽ ടു 2b എന്ന് പറഞ്ഞു കിട്ടി. ഇനി നമുക്ക് എ ബൈ ബി, എ ബൈ ബി, ബി ഇങ്ങ് താഴെ വരും അല്ലേ? എ ബൈ ബി ഈക്വൽ ടു 2/3 ഇങ്ങ് താഴെ വന്നു. 2/3 എന്ന് പറഞ്ഞിട്ട്. ഒന്നും കൂടെ 3a ഈക്വൽ ടു 2b എന്ന് നമുക്ക് കിട്ടി. അതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എ ബൈ ബി ഈക്വൽ ടു 2/3 എന്ന് പറയാം. പറ, ഇതിന്ന് പറ. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം. നമ്മൾ എങ്ങനെ പറയും? 2:3 എന്നാണ്. 2:3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ 2:3 ആണ്. നമുക്ക് ആവശ്യം അതല്ല. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, എയും ബിയും നമുക്കറിയാം. സിമ്പിളായിട്ട് പറ. എ എന്ന് പറഞ്ഞാൽ 2 എന്നും ബി എന്ന് പറഞ്ഞാൽ എന്ത് 3 എന്നും പറഞ്ഞു കിട്ടി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 2ഉം 3ഉം കൂടെ കൂട്ടി പറഞ്ഞാൽ മതി അല്ലേ? 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് പറഞ്ഞു കിട്ടും. 5:2. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ബി മൈനസ് എ അല്ലേ? ബി നമുക്കറിയാം 3 ആണ്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ 3ന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 എന്ന് പറഞ്ഞു കിട്ടി. ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി 5:3 ആയിരിക്കും. 5:3 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതേപോലെ എടുത്തെഴുതി. എന്താ സംഭവം? എയുടെ 30%, അല്ലെ? എയുടെ 30% എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 30/100. ഇനി ബിയുടെ 20% എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 20/100, അല്ലെ? 20% നമുക്ക് എല്ലാവർക്കും അറിയാൻ കണ്ടുപിടിക്കാൻ. ബി ഇൻറ്റു 20/100. ഇതിൻ്റെ അകത്ത് പോയിന്റ് എല്ലാം വെട്ടി, അല്ലെ? 100ഉം 100ഉം ഒക്കെ വെട്ടിപ്പോയി, പൂജ്യങ്ങളൊക്കെ വെട്ടിപ്പോയി. നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 3a ഈക്വൽ ടു 2b എന്ന് പറഞ്ഞു കിട്ടി. 3a ഈക്വൽ ടു 2b എന്ന് പറഞ്ഞു കിട്ടി. ഇനിയും നമുക്ക് ഉറപ്പിച്ച് പറയാം എ ബൈ ബി. ഇനി നമുക്ക് ഇപ്പോൾ 3a ഈക്വൽ ടു 2b എന്ന് കിട്ടിയ എ ഈസ് ടു ബി സിമ്പിളാണ്. ആ നമ്പേഴ്സ് ഒന്ന് തിരിച്ചങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്ക് കിട്ടുന്ന കാര്യം നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചോ. 3a ഈക്വൽ ടു 2b. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി നമ്പേഴ്സ്, അല്ലേ? 2:3 എന്നേ വരുള്ളൂ. 2:3 എന്നേ വരുള്ളൂ. ഓർമ്മിച്ചോളണേ. ഇനി അല്ലെങ്കിൽ നമ്മൾ നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറയും? എ ബൈ ബി ഈക്വൽ 2/3 എന്ന് പറഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്ക് പറയാം എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ 2:3 എന്നാണ്. അതിനകത്ത് എ നമുക്ക് 2 എന്ന് എടുക്കാം, ബി എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി, എയും ബിയും കൂടെ കൂട്ടുമ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടും. ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5:1 ആയിരിക്കും. 5:1, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം.
കുറേയേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ചോദ്യമാണേ. ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈക്വൽ ടു 52 ആണ് എങ്കിൽ ഡൽഹിയെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ ആദ്യം കുറച്ച് സിമ്പിൾ തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു ഈ പറയുന്ന ആൻസർ ഒന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് 2 ആൻസേഴ്സ് നമുക്ക് വേണമെങ്കിൽ 2 ആൻസറിലോട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബോംബെ ഈക്വൽ ടു 52 എന്നാണ്. ഈ ബോംബെ ഈക്വൽ ടു 52. ബോംബെ ബോംബെ 52 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ അക്ഷരമാല ക്രമത്തിലുള്ള അതേ ക്രമത്തിൽ പറഞ്ഞു നോക്കാം. ബി എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ്. അപ്പോൾ 2 പ്ലസ് ഓ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് നോക്കി നോക്കി. ഓ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 പ്ലസ് എം എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെറ്ററാണ് 2 പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 എന്നാണ്. 25. അപ്പൊ എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25ഉം 15ഉം 40. 40 40ഉം 13ഉം 40ഉം 13ഉം 53ഉം 2ഉം 55ഉം 3ഉം നമുക്ക് കിട്ടി 58 എന്ന് പറഞ്ഞ് കിട്ടി. കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലുള്ള അതിന്റെ അതേ നമ്പേഴ്സ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ മതി. അതായത് ബിക്ക് 2 എന്നും ഒയ്ക്ക് 15 എന്നും എമ്മിന് 13 എന്നും ബിക്ക് 2 എന്നും വീണ്ടും എക്ക് 1 എന്നും വൈക്ക് 25 എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? 58 ആണ്. 58 ആണ്. ഓക്കെ ആണോ? പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 52 എന്നാ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയതോ 58. തന്നിരിക്കുന്നതോ 52 എന്നാണ്. എങ്ങനെ അതിലോട്ട് വരാം? നമുക്കറിയാം 58ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 52 കിട്ടുന്നത്? 6 കുറയ്ക്കുമ്പോഴാണ് 52 കിട്ടുന്നത്. ശരി, എങ്ങനെ ആ ഒരു 6ലോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബോംബെക്കകത്ത് എത്ര അക്ഷരങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 അക്ഷരങ്ങളല്ലേ? ഈ 58ൽ നിന്ന് അക്ഷരങ്ങളുടെ എണ്ണമായ 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 52 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ അക്ഷരത്തിന് നേരെയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുന്നു. നമുക്ക് കിട്ടുന്നത് 58. അതിൽ നിന്ന് അക്ഷരങ്ങളുടെ എണ്ണം കുറച്ച് പറയണം. എത്ര അക്ഷരങ്ങളുണ്ടായിരുന്നു? 6 അക്ഷരങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 58ൽ നിന്ന് 6 കുറച്ചപ്പോൾ നമുക്ക് കിട്ടി 52 എന്ന് പറയും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതേപടി നമുക്ക് ഡൽഹി പറഞ്ഞു വരാം. DELHI. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാണ്? 4-മത്തെയാണ്. പ്ലസ് ഇ എന്ന് പറഞ്ഞാലോ 5-മത്തെയാണ്. പ്ലസ് എൽ എന്ന് പറഞ്ഞാലോ 12-മത്തവനാണ്. പ്ലസ് എച്ച് എന്ന് പറഞ്ഞാലോ 8-മത്തവനാണ്. പ്ലസ് ഐ എന്ന് പറഞ്ഞാലോ 9-മത്തവനാണ്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞു നോക്കാം. 9ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 17 എന്ന് കിട്ടും. 17ഉം 12ഉം 29. 29ഉം 5ഉം 5ഉം 34ഉം 4ഉം നമുക്ക് കിട്ടി 38 എന്ന് പറഞ്ഞ് കിട്ടി. 38 എന്ന് പറഞ്ഞ് കിട്ടി. കഴിഞ്ഞില്ല. ഡൽഹിക്കകത്ത് എത്ര അക്ഷരങ്ങളുണ്ട്? DELHI 5 എണ്ണം ഉണ്ടല്ലേ? 5 അക്ഷരങ്ങളുടെ എണ്ണമായ 5 കുറയ്ക്കുമ്പോൾ 38ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ 33 ആയിരിക്കും. 33. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. 33. ഇനി കുറേവരുടെയൊക്കെ മനസ്സിൽ വന്നത് ആദ്യം നമ്മൾ 6 കുറച്ചു. അതേപോലെ ഡൽഹിയിൽ നിന്നും എത്ര കുറയ്ക്കും? 6 കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 32 എന്നൊക്കെ പറയും. അങ്ങനെയല്ല. നമുക്കൊന്ന് ജനറലായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്താണ്? ഈ പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെ, ഓരോ അക്ഷരങ്ങൾക്ക് നേർക്കെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അതിൽ നിന്ന് അക്ഷരങ്ങളുടെ എണ്ണം അല്ലെ, എന്തെങ്കിലും നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റണ്ടേ? അക്ഷരങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. ബോംബെക്കകത്ത് 6 ഉണ്ടായിരുന്നുകൊണ്ട് 58ൽ നിന്ന് 6 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 52 കിട്ടി. ഇനി ഡൽഹിക്കകത്ത് നമുക്ക് അക്ഷരങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 38 കിട്ടി. അക്ഷരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എത്രയായിരിക്കും? 33 ആയിരിക്കും നമ്മുടെ ആൻസർ. 33. ക്ലിയർ ആയി? ചോദ്യം? ശരി, സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 6000 രൂപ 6% സാധാരണ പലിശ നിരക്കിൽ
10 മാസത്തേക്കുള്ള പലിശ എത്രയെന്നാണ്. 6000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്രയെന്നാണ്. ശരി. പലിശ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ പലിശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഓടിയെത്തുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. I ഈക്വൽ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PNR ബൈ 100 എന്നല്ലേ? സാധാരണ പലിശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഓടിയെത്തുന്നത് എന്താണ്? PNR ബൈ 100 എന്ന് തന്നെയാണ്. PNR ബൈ 100. ഇതിൻ്റെ അകത്ത് P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതലെന്ന് പറയും. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണെന്ന് പറയും. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. ഇനി ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് എപ്പോഴും നമ്മൾ എന്തിലായിട്ട് കൊടുക്കേണ്ടത്? വർഷത്തിലാണ് പറയേണ്ടത്. വർഷത്തിൽ. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10 മാസത്തേക്ക് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 10 മാസത്തേക്ക്. ഓർമ്മിച്ചോളണേ. ഒരു മാസത്തിന് അല്ലെങ്കിൽ കുറെ മാസങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ വർഷമാക്കും എന്ന് ചോദിച്ചാൽ തന്നിട്ടുള്ള മാസത്തിനെ 12 കൊണ്ട് ഭാഗിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ 10 മാസം എന്ന് പറഞ്ഞാൽ 10/12 വർഷം എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓർമ്മിച്ചോളണേ. എങ്ങനെ മാസത്തിനെ നമ്മൾ വർഷമാക്കി പറയുന്നു ചോദിച്ചാൽ തന്നിട്ടുള്ള മാസത്തിന് എന്ത് ചെയ്യണം? 12 കൊണ്ട് ഭാഗിച്ച് പറഞ്ഞാൽ മതി. തന്നിട്ടുള്ള മാസത്തിനെ 12 കൊണ്ട് ഭാഗിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ സാധാരണ വർഷത്തിൽ ഇത്ര വർഷത്തേക്കും 2 വർഷത്തേക്കും 3 വർഷത്തേക്കും എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യങ്ങൾ വരാറ്. പക്ഷേ തന്നിട്ടുള്ളത് മാസക്കണക്കാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇത്ര മാസത്തേക്ക് എത്ര എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ തന്നിട്ടുള്ള മാസത്തിനെ എങ്ങനെ വർഷമാക്കുമെന്ന് ചോദിച്ചാൽ തന്നിട്ടുള്ള മാസത്തിനെ എത്ര കൊണ്ട് ഭാഗിച്ചാൽ മതി? 12 കൊണ്ട് ഭാഗിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ 10 മാസം എന്നുള്ളത് നമ്മൾ വർഷക്കണക്കിൽ പറയുമ്പോൾ എങ്ങനെ പറയും? 10/12. 10/12 വർഷം എന്ന് പറയും. ഓക്കെ ആണോ? ഇനി ഇട്ട് കൊടുക്കാം PNR. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 6000 ആണ്. 6000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 10/12 ഇൻറ്റു പലിശ നിരക്ക് എത്രയായിരുന്നു? 6% ഹോൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെയാണ്. 6ൽ 6 ഒരു പ്രാവശ്യം, 12ൽ 2 പ്രാവശ്യം, 2ൽ 2 ഒരു പ്രാവശ്യം, 10ൽ 2. 100ൽ 2 പൂജ്യം, 6000ൽ 2 പൂജ്യം പോയി. 5 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 300 എന്ന് പറയും. 300 രൂപ എന്ന് പറയും. 300 രൂപ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 300 രൂപ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ 10 മാസം എന്നുള്ള കാര്യം അല്ലേ? 10 മാസം എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചോളണം 10/12 വർഷമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 8 മാസത്തെ കണക്ക് ചോദിച്ചു. നമ്മളെങ്ങനെ പറയും? 8/12 വർഷം എന്ന് പറയും. 7 മാസം ചോദിച്ചു. നമുക്ക് എങ്ങനെ പറയാം? 7/12 വർഷം എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ മാസമാണോ എങ്ങനെ ആക്കി പറയും? 12 കൊണ്ട് ഭാഗിച്ച് അതിനെ വർഷമാക്കി നമ്മൾ അങ്ങിട്ട് കൊടുക്കും. ഓക്കെ ആണോ? ബാക്കി എല്ലാം സിമ്പിൾ തന്നെയാണ്. ഈ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ പറയുന്ന സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ PNR ബൈ 100 തന്നെയാണ്. അതിനകത്ത് ഇട്ട് കൊടുത്ത് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ 300 രൂപ എന്ന് പറയും. അടുത്ത ചോദ്യം കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ശരി, അത്യാവശ്യം ഇത് വളരെ അങ്ങനെ വേറെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ ഒരു 30 വരെയുള്ള സ്ക്വയറുകൾ 10 വരെയുള്ള ക്യൂബുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളൊരു PSC പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 30 വരെയുള്ള അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയുള്ള സ്ക്വയേഴ്സ് 10 വരെയുള്ള ക്യൂബുകൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാനായിട്ട്. ശരി, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ആൻസറോട്ട് ബന്ധമില്ലാത്ത കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഡിയിൽ നിന്ന് പറയാം. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ 625 എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്വയർ ആണ്? 25ന്റെ സ്ക്വയർ ആണ്. വീണ്ടും ഓപ്ഷൻ സിയിലോട്ട് വരുമ്പോൾ 225 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ ആണ്. 15ന്റെ സ്ക്വയർ ആണ് 225. വീണ്ടും ഓപ്ഷൻ ബിയിലോട്ട് വാ. 361 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 19ന്റെ സ്ക്വയർ ആണ്. 19ന്റെ സ്ക്വയർ ആണ്. എന്നാൽ ഈ പറയുന്ന ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സ്ക്വയർ ആണോ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ? അല്ല. അപ്പൊ കൂട്ടത്തിൽ ബന്ധമില്ലാത്തതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 361 ആയിരിക്കും. ഓക്കെ ആണോ? ബാക്കിയുള്ള മൂന്നും എന്തായിരുന്നു? പെർഫെക്റ്റ് സ്ക്വയറുകളായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ മാത്രം 391 എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒരു സ്ക്വയർ നമ്പർ അല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? 391 ആണ്. 391. അടുത്ത ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്.
40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുന്ന? 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുന്ന? പറഞ്ഞു നോക്കാം. ഇതിനകത്ത് ചെറിയ ചെറിയ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. 40 മിനിറ്റ് കൊണ്ട്, അല്ലെ നമ്മുടെ ചോദ്യം 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുന്ന? പറഞ്ഞു വരാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പൊ ഒരു ക്ലോക്കിനെ സംബന്ധിച്ച് ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ്, ഇവിടെയും പറയാം, ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എത്ര ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അല്ലെ? വീണ്ടും ദാ ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എത്ര ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന് ഇടയിൽ എത്ര കോണുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 30 ഡിഗ്രി ആയിരിക്കും. ഉറപ്പിച്ചങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ്, ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ആണേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം എന്താണ്? 40 മിനിറ്റ് കൊണ്ടെന്നല്ലേ, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുന്നതാണ്. നമുക്ക് പറഞ്ഞു നോക്കാം. 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 20, 25, 30, 35. ദാ ഇവിടം വരെ കാണും 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? അപ്പോ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ 12 നിന്ന് തുടങ്ങി ഏതുവരെ പറയാം? ദാ ഈ 8 വരെയുള്ള ആ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 40 മിനിറ്റ്. എത്ര ഡിഗ്രി തിരിയുന്നല്ലേ പറഞ്ഞു വരാം. 12 മുതൽ 1 വരെ 30 ഡിഗ്രി ആയി. വീണ്ടും അടുത്ത 1 മുതൽ 2 വരെ 30, 30, 60. 60ഉം 30ഉം 90. 90ഉം 30ഉം 120. 120ഉം 30ഉം 150. 150ഉം 30ഉം 180. 180ഉം 30ഉം 210. 210ഉം 30ഉം കിട്ടും 240 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 240 ഡിഗ്രി എന്ന് പറയാം. 240 ഡിഗ്രി. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. ക്ലിയർ ആണേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് തിരിയാന്ന് പറഞ്ഞാൽ 30, 30, 30, 30, 30 വെച്ച് കൂട്ടി 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 കൂട്ടി, അല്ലെ? ഈ പറയുന്ന ഏത് മുതലാ? ഈ പറയുന്ന 12 മുതൽ 8 വരെ എത്ര 30 ഡിഗ്രികളുണ്ടെന്ന് ചോദിച്ചാൽ നോക്കി നോക്ക്. 30, 60, 90, 120, 150, 180, 210, 240. അതായത് ടോട്ടൽ നമുക്ക് പറയാം 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ 240 ഡിഗ്രിയാണ് തിരിയുന്നത്. 240 ഡിഗ്രി. ക്ലിയർ ആണ്? ചോദ്യം. ശരി, നല്ലൊരു ചോദ്യമാണ്. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമം, വ്യുൽക്രമം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ എന്നാണ് കേട്ടോ. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഒരു എണ്ണൽ സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തേ, എക്സ് എന്ന് പറഞ്ഞെടുത്തു. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങെന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു നോക്കാം. ഈ എക്സ് എന്ന് പറയുന്നത്, ഈ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ വ്യുൽക്രമത്തിന്റെ, ഈ എക്സിന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പറഞ്ഞാൽ മതി, 1/x ആയിരിക്കും. 1/x ആയിരിക്കും. ഈ പറയുന്ന വ്യുൽക്രമത്തിന്റെ എത്ര മടങ്ങാ? 16 മടങ്ങാണ്. അപ്പൊ ഒന്നും കൂടെ, എണ്ണൽ സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു, എക്സ് എന്ന് പറഞ്ഞെടുത്തു. ഈ പറയുന്ന എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ എണ്ണൽ സംഖ്യയുടെ തന്നെ വ്യുൽക്രമത്തിന്റെ അല്ലെങ്കിൽ റെസിപ്രോക്കലിന്റെ, ഈ പറഞ്ഞ എക്സിന്റെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/x ആയിരിക്കും. ഇനി 5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/5 ആയിരിക്കും. 7ന്റെ വ്യുൽക്രമം എന്താണെന്ന് ചോദിച്ചാൽ 1/7 ആയിരിക്കും. 12ന്റെ വ്യുൽക്രമം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 1/12. അതേപോലെ ഈ പറയുന്ന എണ്ണൽ സംഖ്യ, നമുക്ക് അറിഞ്ഞുകൂടാത്ത എണ്ണൽ സംഖ്യ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങ്, എക്സിന്റെ വ്യുൽക്രമമായ 1/xന്റെ 16 മടങ്ങ് ഇൻറ്റു എന്തായിരിക്കും? 16 ആയിരിക്കും. പറഞ്ഞു നോക്കാം. ഇനി ഈ പറയുന്ന എക്സ് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എക്സ് എ ഇൻറ്റു എക്സ്, അല്ലെ? ഈ പറയുന്ന എക്സ് ഇങ്ങോട്ട് വരും, അല്ലെ? ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് നമുക്ക് പറയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 16 എന്ന് പറയാം. ഉറപ്പിച്ച് പറ, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 16? 4ന്റെ സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 4 എന്ന് പറയും. 4. ഒന്നും കൂടെ, നമുക്ക് അറിഞ്ഞൂടാ നമ്പറിനെ, സംഖ്യ അറിഞ്ഞൂടാ, എണ്ണൽ സംഖ്യ അറിഞ്ഞൂടാ. എണ്ണൽ സംഖ്യ എക്സ് എന്ന് പറഞ്ഞെടുത്തു, അതിന്റെ വ്യുൽക്രമത്തിന് 1/x എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ പറഞ്ഞിരിക്കുന്നത്, ആ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 16 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എക്സ് നമ്മൾ ക്രോസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ
എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് പറയാം. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ ഉറപ്പിക്കാം എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4. ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ നമ്മൾ സാധാരണ പറയാറ് പ്ലസ് ഓർ മൈനസ് 4 എന്നൊക്കെയാ പറയാറ്. പക്ഷെ എണ്ണൽ സംഖ്യകളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് 4 എടുത്താൽ മതി. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ചോദ്യം. നമ്മുടെ ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ മാത്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 റൈസ് ടു 15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയായിരിക്കും എന്നാണ്. 6 റൈസ് ടു 15ന്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് നമുക്ക് അല്ലാതെ തന്നെ ടോപ്പിക്കായിട്ട് ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചെയ്തിടും. എങ്കിലും ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞത് നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. 6ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും അല്ലെങ്കിൽ 6ന്റെ എത്ര വലിയ പവർ ആണെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ നമ്പർ എന്തേ വരുള്ളൂ? 6 വരുള്ളൂ. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? 6ൽ അവസാനിക്കണ ഒരു നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ 6ന്റെ ഒരു പവർ ആയിട്ടില്ല. ഇവിടെ 6 റൈസ് ടു 15 എന്നല്ലേ. അപ്പോ 6ന്റെ എത്ര വലിയ പവർ ആണെങ്കിലും അങ്ങ് അറ്റത്തെ വലത്തെ അറ്റത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിലെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഓക്കെ ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ 336 റൈസ് ടു 32 6ൽ അവസാനിക്കുന്ന നമ്പർ അല്ലേ. അതിന്റെ എത്ര വലിയ പവർ ആണെങ്കിലും 6ൽ അവസാനിക്കുന്ന നമ്പർ ആണോ എത്ര വലിയ പവർ ആണെങ്കിലും യൂണിറ്റ് പ്ലേസിലെ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്തേ വരുള്ളൂ? 6 വരുള്ളൂ. 6 വരുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ അതേപോലത്തെ ഒന്ന് രണ്ട് നമ്പേഴ്സ് കൂടെ ഉണ്ട്. 0ത്തിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പർ എടുത്താലും അവസാനത്തെ അക്കം എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ഇനി 1ൽ അവസാനിക്കണ ഏതൊരു നമ്പർ എടുത്താലും ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. വീണ്ടും 5ൽ അവസാനിക്കണം അല്ലെങ്കിൽ 5ന്റെ എത്ര വലിയ പവർ ആണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്തേ വരുള്ളൂ? 5 വരുള്ളൂ. അതേപോലെ 6ൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ 6ന്റെ എത്ര വലിയ പവർ ആണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്തേ വരുള്ളൂ? 6 വരുള്ളൂ. ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 6. ബാക്കിയുള്ള ഈ 2ൽ അവസാനിക്കുന്നത് 3ൽ അവസാനിക്കുന്നതൊക്കെ പറയുന്ന നമ്പേഴ്സിന് വ്യത്യസ്തമായിട്ട് മാറി മാറി വരും. അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് തൽക്കാലം മനസ്സിലാക്കിയിരിക്കുക. 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണോ ഒറ്റയുടെ സ്ഥാനത്ത് എന്തേ വരുള്ളൂ? 6 വരും. 0ത്തിൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണോ ഒറ്റയുടെ സ്ഥാനത്ത് എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. 5ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണോ അല്ലെങ്കിൽ 5ന്റെ എത്ര വലിയ പവർ ആയിരുന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്തേ വരുള്ളൂ? 5 വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നോക്കുക. ഇപ്പോൾ 2024 വന്ന ചോദ്യമാണ്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ചോദ്യങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.